എടാ മോനെ, ഹാപ്പിയാണോ? എനിക്കും ചോദിക്കാൻ പറ്റും. ഞാൻ ആരാണെന്നറിയോ? ഞാൻ നിങ്ങളുടെ ആൻറ്റി അമ്മ. നിങ്ങൾക്ക് എന്നെ ധൈര്യമായിട്ട് ആൻറ്റി അമ്മയെന്ന് വിളിക്കാം. ഞാൻ നിങ്ങളുടെയൊക്കെ ആൻറ്റി അമ്മയാണ്. ഞാൻ സെലിബ്രിറ്റിയല്ല, ഞാൻ സ്റ്റാറുമല്ല, ഞാൻ കേവലം നിങ്ങളുടെ ആൻറ്റി അമ്മ. സെലിബ്രിറ്റിയല്ല ഞാൻ, സ്റ്റാറുമല്ല ഞാൻ, കേവലം നിങ്ങളുടെ ആൻറ്റി അമ്മ. നിങ്ങളിനി അങ്ങനെ വിളിച്ചാൽ മതി. എല്ലാവരും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു 10-15 ദിവസത്തേക്ക് ഇനിയിപ്പോൾ റീൽസ് ഒന്നും ആരും ഇട്ട് കഴിഞ്ഞാൽ ആരും അധികം ശ്രദ്ധിക്കത്തൊന്നുമില്ല. എല്ലാവരും തിരക്കാണെന്നറിയാമല്ലോ. നിങ്ങൾക്കറിയാം എവിടെ തിരക്കാന്ന്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അറിയാമായിരിക്കും, എന്നാലും പറയാം. അംബാനിയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പം കുറച്ച് ആൾക്കാരെ അംബാനി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. കുറച്ച് പേരൊക്കെ ഉള്ളെന്ന് തോന്നുന്നു, വിരലെണ്ണാവുന്നവരൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെ നമ്മുടെ കേരളത്തിലുള്ള മിക്കവാറും എണ്ണം ഇപ്പോൾ അവരുടെ വീട്ടിലായതാ. അവരുടെ ഫോട്ടോകൾ കണ്ട് ഫേസ്ബുക്ക് വഴിയും TV ന്യൂസ് വഴിയും അല്ലാതെ എല്ലാം കമൻറ്റൊക്കെ കാണണമെങ്കിൽ ഫേസ്ബുക്കിനകത്തോട്ട് ചെല്ലണം. അംബാനിയുടെ കുടുംബത്തെക്കുറിച്ച് എന്തൊക്കെ പറയാനാണ്, എന്തൊക്കെയാണ് എഴുതുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ അസൂയുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയും അസൂയ പിടിച്ചൊരു ടീം കേരളത്തിലല്ലാതെ എങ്ങും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്, പക്ഷേ ഇത്രയും നമ്മളതിനെ അടുത്തറിയുന്നുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ ഭാഷക്കാരുടെ സംസാരം നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. പക്ഷേ ലോകം മുഴുവനും കാണുമായിരിക്കും. ഇത്രയും അസൂയ പിടിച്ച ആൾക്കാർ എന്തോ അസൂയായത്. അയ്യോ മൈ ഗോഡ്, സഹിക്കാൻ പറ്റത്തില്ല ചില കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ. അങ്ങേർക്ക് മലയാളം അറിയാത്ത ഭാഗ്യം അംബാനിക്കും അവരുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ മലയാളം അറിയാത്തത് കേരളത്തിലുള്ളവരുടെ ഭാഗ്യമെന്ന് ഞാൻ പറയും. കാരണം എന്തൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത്. ഇങ്ങനെയുണ്ടോ? ഒന്ന് വെറുതെ വിട്ടുകൂടെ ഇങ്ങനെയെങ്കിലും. കേരളത്തിലെ സ്വന്തം സഹോദരങ്ങൾ വന്നങ്ങനെ സമ്മതിക്കത്തില്ല. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. ഒന്നിനും സ്വന്തം സഹോദരങ്ങൾ വന്നാന്ന് ഇഷ്ടമല്ല. അപ്പനും അമ്മയ്ക്കും ആണെങ്കിൽ പോലും മക്കൾ ഇഷ്ടം നന്നാകുന്ന ഇഷ്ടമല്ല. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണം. സ്വന്തം മക്കൾ നന്നായിട്ട് ജീവിക്കുന്നത് സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇഷ്ടമല്ലേ. പിന്നെ തള്ളമാർ പിന്നെ എനിക്ക് തോന്നുന്നു ചിലയിടത്ത് തന്തമാർക്ക് മക്കൾ നന്നായിട്ട് ജീവിക്കുന്നത് ഇഷ്ടമല്ല. എന്തൊക്കെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കൾ അവരെ പോലെ ഉയരാൻ പാടില്ല. സാധാരണ തന്തമാർ ചിലരൊക്കെ ആഗ്രഹിക്കുന്നു എൻ്റെ മക്കൾ എന്നെക്കാട്ടി വലിയവരാണോ എന്ന്. ചിലരാഗ്രഹിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പം അവരങ്ങനെ വലിയ ആളൊന്നും കളിക്കണ്ട, ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ കുശുമ്പ് പിടിച്ച ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലെന്നില്ല. ഇത്രയും അസൂയ എവിടുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ജന്മനാ കിട്ടുന്ന കഴിവാണോ, ജനിച്ച് കഴിയുമ്പം കിട്ടുന്ന കഴിവാണോ? ജന്മനാ കിട്ടുന്നതായിരിക്കും. കാരണം ഇപ്പോൾ എൻ്റെ ഉള്ളിൽ മുഴുവൻ അസൂയയും കുശുമ്പും നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന തലമുറ അത് തന്നെ ആയിരിക്കും അല്ലേ. എൻ്റെ സ്വഭാവവും അല്ലെ എൻ്റെ കൊച്ചിൻ്റെ അപ്പൻ്റെ സ്വഭാവവും രണ്ടുപേർക്ക് എന്തൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ അതെല്ലാം കുറേശ്ശെ എൻ്റെ പിള്ളേർക്കും ഉണ്ടായിരിക്കും എന്നുള്ളത്. അതുപോലെ നമ്മുടെ പല ആളുകളുടെയും കുടുംബത്തിൽ സംഭവിക്കുന്ന ഇത് തന്നെ. അപ്പനും അമ്മയും അവരുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അസൂയ മൂത്തും കുശുമ്പ് മൂത്തും അനാവശ്യം പറഞ്ഞും ആൾക്കാരെക്കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് നടക്കുന്ന ആൾക്കാരുടെയൊക്കെ മക്കളും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്തായതുകൊണ്ട് അവർക്ക് കിട്ടുന്ന നേട്ടമെന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ളവരുടെ അസൂയപ്പെട്ടിട്ട് എന്താ ഉണ്ടാക്കാനോ? അവരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാനോ? ഒരു മനസുഖം അല്ലേ? എന്താ പാടുമോ ഇതൊക്കെ? എന്നാ ഇനി ഇതൊക്കെ ശരിയാകുന്നത്? ഈ മനസുഖം എത്ര ദിവസത്തേക്കുണ്ടെന്നാണ്? ഇതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞ് ഒന്ന് നല്ലതായിക്കൂടെ നിങ്ങൾക്കൊക്കെ? നല്ലത് വിചാരിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക. എന്തിനാ ഈ വേണ്ടാതെന്നതും എല്ലാം പറഞ്ഞൊപ്പിച്ച് മനുഷ്യരെ ദൂഷിക്കുന്നത്? നമ്മുടെ നാക്കിൻ്റെ പവർ നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട്. ഭയങ്കര പവറുള്ള സാധനമാണ് ഈ നാക്ക്. അത് ഭയങ്കര പവറുള്ളതാണ്. നമ്മൾ പറയുന്ന വാക്ക് നല്ലതാണെങ്കിൽ അത് ഗുണം ചെയ്യും, അതറിയാവും. പക്ഷേ നമ്മൾ ദോഷമുള്ളതാണ് മറ്റുള്ളവരെക്കുറിച്ച് അതേക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നെങ്കിൽ ഒരുപാട് വിപത്തുണ്ടാക്കും. മനുഷ്യർക്ക്, സമൂഹത്തിനും തലമുറയ്ക്കും എല്ലാം ദോഷമുള്ളതായിട്ട് മാറും. അതുകൊണ്ട് എല്ലാവരെക്കുറിച്ച് നന്മ പറഞ്ഞ് നല്ലത് പറഞ്ഞ് ശീലിക്കുക. എല്ലാവരെയും അനുഗ്രഹിച്ച് ശീലിക്കുക. എല്ലാവരും നന്നായി വരട്ടെ, എല്ലാവരും നന്നായിരിക്കട്ടെ. ലോകത്തിൽ രോഗങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉല്ലാസത്തോടെയും ജീവിക്കുന്നൊരു അവസ്ഥയായിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് പ്രയത്നിക്കേണ്ടത്. എല്ലാ സൃഷ്ടികളെയും അനുഗ്രഹിക്കാം. എല്ലാവരെയും അനുഗ്രഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. നമ്മൾ ഒരു മനുഷ്യന് മധ്യസ്ഥ പ്രാർത്ഥന വഴി ചിലപ്പോൾ നന്നാകാൻ പറ്റിയപ്പോയിരിക്കും. നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ, ആരെയും ശപിക്കാതെ, പ്രകൃതിയെ സ്നേഹിച്ചും ജീവജാലങ്ങളോട് കരുണ കാണിച്ചും സഹോദരങ്ങളോട് സ്നേഹിച്ചും ഒക്കെ ജീവിക്കാൻ നോക്ക്. എന്തിനാ ഈ അസൂയം കൊണ്ട് നടക്കുന്നത്?
അപ്പോൾ എനിക്ക് ഒരു കഴിവില്ലെങ്കിൽ അത് മറ്റൊരാൾക്കുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഞാൻ അസൂയപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവർ കഴിവുള്ളവരാണെങ്കിൽ ഞാനെന്തിനാ അതിൽ അസൂയപ്പെടുന്നത്? എൻ്റെ കഴിവുകൾ എല്ലാ മനുഷ്യർക്കും ദൈവം പ്രത്യേകം കഴിവുകൾ തന്നിട്ടുണ്ട്. ആ ഉള്ള കഴിവ് വെച്ച് നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ പറ്റത്തില്ല. അവർക്കുള്ള കഴിവ് നമുക്ക് വേണമെന്ന് എന്തിനാ നമ്മൾ ശാഠ്യം പിടിക്കുന്നേ? ചിലർക്ക് സൗന്ദര്യം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് സമ്പത്ത് കൊടുക്കും, ചിലർക്ക് അറിവ് കൊടുക്കും, ചിലർക്ക് കഴിവ് കൊടുക്കും. പല രീതിയിലാണ് ദൈവം സൃഷ്ടികളെ വിടുന്നത്. അപ്പം ചിലർക്ക് എല്ലാവരെയും സ്നേഹിക്കാനും ഉള്ള കഴിവായിരിക്കും, ചിലർക്ക് എല്ലാവരോടും കരുണ കാണിക്കാനുള്ള കഴിവും, ചിലർക്ക് എല്ലാ കഴിവും ഒന്നിച്ച് കിട്ടുന്നവരുണ്ട്. ചിലരെ ദൈവം സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കും, ചിലരെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കൊടുത്താണ് എല്ലാ മനുഷ്യരെയും ദൈവം വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇത് പൂരകങ്ങളായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത്. എന്തിനാ വെറുതെ അസൂയയും കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് നടക്കുന്നത്? എല്ലാവരെക്കുറിച്ചും സന്തോഷിക്കുക, മനസ്സിന് ഉല്ലാസം കിട്ടട്ടെ. ഹാപ്പിയാണോ മക്കളെ? നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.